ഒരു കഥ പറയാ. വിൻഡോ കർട്ടനിൽ പറ്റിയിരിക്കുന്ന ചിലന്തി വലയിൽ വിരലോടിച്ച് അവൻ നിന്നു. നേരം അന്തിമയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ നിലത്ത് കാലുകൾ നീട്ടിയിരുന്ന് കർച്ചീഫ് തുന്നുകയായിരുന്നു. ഇളം മഞ്ഞ നിറമുള്ള പട്ടുതുണിയിൽ ഒരു റോസാപ്പൂവിൻ്റെ ഞെട്ടും കുറേ ഇതളുകളും പൂർത്തിയായി. നിരത്തുവക്കിലെ വിളക്കുകൾ കണ്ണു തുറന്നപ്പോൾ അവൻ എഴുന്നേറ്റു. സിമൻ്റ് തറിയ നോവിക്കാതെ നടന്നു ചെന്ന് ലൈറ്റ് കത്തിച്ചു. അപ്പോഴും മുഷിഞ്ഞ നൈലോൺ കർട്ടനണിഞ്ഞ ജനാലയുടെ അരികിൽ നിന്നും സ്വപ്നം കാണുകയായിരുന്നു അവൻ. ഇനിയും നീ പോയില്ലേ? അവൾ ചോദിച്ചു. അവൻ തല ഉയർത്തുകയോ ചിലന്തി വലയിൽ നിന്നും വിരലെടുക്കുകയോ ചെയ്തില്ല. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല, അവൾ പറഞ്ഞു. എന്നിട്ടും അവനൊന്നും മിണ്ടിയില്ല. അവൾ വീണ്ടും പഴയ സ്ഥാനത്ത് പോയിരുന്ന് തുന്നാൻ തുടങ്ങി. എത്ര പ്രാവശ്യമായി നിന്നോട് പറയുന്നു ഈ സമയത്ത് ഇവിടെ വരരുതെന്ന്? നീ കാരണം എനിക്കിവിടെ ജീവിക്കാൻ കഴിയാതെയായി. ഞാനെന്ത് ചെയ്യുന്നു? അവൻ്റെ ശബ്ദമുയർന്നപ്പോൾ അവളുടെ സ്വരം താഴ്ന്നു. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണ് നീ. ആളുകൾ എന്നെപ്പറ്റിയേ പറയൂ. അവൻ അല്പം കൂടി മൃദുവായി പറഞ്ഞു. അവർ പറയുന്നത് ശരിയല്ലേ? എനിക്ക് നിൻ്റെ അമ്മയാകാൻ പ്രായമില്ലേ? അവൻ വിൻഡോ കർട്ടനിൽ നിന്നും വിരലെടുത്ത് കണ്ണുകൾ തുടച്ചു. കൺപീലിയിൽ ചിലന്തി വല പറ്റി. കരയുകയാണോ? അവൾ എഴുന്നേറ്റ് ജനാലയുടെ സമീപം ചെന്നു നിന്നു. അവൻ മുഖം മറച്ചു നിന്നു തേങ്ങി. അകമേ ചിരിച്ച് അവൾ ചോദിച്ചു, പിണങ്ങിയോ? ശൂന്യമായ അവളുടെ വലത് കൈ അവൻ്റെ തോളത്ത് വീണു. അവൻ തിരിഞ്ഞു നോക്കി. നീയൊരു കള്ളനാണ്. എനിക്ക് നിന്നെ തീരെ പിടിക്കുന്നില്ല, അവൾ പറഞ്ഞു. പ്രഭാതം വിൻഡോ കർട്ടനെ വിളിച്ചുണർത്തിയപ്പോൾ വിടർന്ന റോസാപ്പൂവിൻ്റെ ചിത്രം തുന്നിയ കർച്ചീഫുമായി അവൻ പടിയിറങ്ങിയപ്പോൾ വാതിൽക്കൽ വന്ന് അവൾ പറഞ്ഞു, നിനക്ക് ഞാൻ ചോദിച്ചതെല്ലാം തന്നു. ഇനിയും ആവശ്യമില്ലാതെ ഇവിടെ വരരുത്. അവൻ കൺമുന്നിൽ നിന്നും മറഞ്ഞപ്പോൾ അവൾ വീണ്ടും കിടക്കയിൽ പോയി വീണു. എനിക്ക് വയ്യ. തലയിണയിൽ മുഖമമർത്തി ഏറെ നേരം കിടന്നു. കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കരയുകയല്ല, അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. എന്തിനാണ് ഞാൻ കരയുന്നത്? എനിക്ക് ആരോടും സ്നേഹവുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് പ്രായമായി. അവൾ എഴുന്നേറ്റ് പോയി മുഖം കഴുകി വന്നു. സ്റ്റൗ കത്തിച്ചു. ചായയുണ്ടാക്കി കുറേ ഗ്ലാസ്സിലൊഴിച്ചു. ബാക്കിയുള്ളത് ഫ്ലാസ്കിലാക്കി അടച്ചു വെച്ചു. പൂമുഖത്ത് വന്ന് ചൂരൽ മുറിഞ്ഞു തുടങ്ങിയ സെറ്റിയിലിരുന്നു. നേർത്ത പരിമളമുള്ള കാറ്റ് അവളുടെ സാരിത്തുമ്പിൽ തലചായ്ച്ചു. ജനാലയ്ക്ക് വെളിയിൽ മുറ്റത്ത് വിടർന്നു നിൽക്കുന്ന വെളുത്ത നന്ദ്യാർ വട്ടപ്പൂക്കൾ അവൾ കണ്ടു. അപ്പോഴും മുഷിഞ്ഞ നിറമുള്ള നൈലോൺ കർട്ടൻ ഇളകിയാടിക്കൊണ്ടിരുന്നു. അതിൽ മുറിഞ്ഞു തൂങ്ങിക്കിടന്ന ചിലന്തി വലയെ നോക്കി അവൾ ഇരുന്നു. നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിനക്ക് വേണ്ടി ഒരിക്കലും എൻ്റെ മനസ്സ് ഞാൻ തുറന്നു തരില്ല. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ ഇളകി താഴെ വീണു. അതെടുത്ത് വീണ്ടും മാണിയിൽ തൂക്കിയിട്ട് അവൾ സെറ്റിയിൽ ഇരുന്നു. ഇനിയും ഒരു മാസത്തെ അവധിയുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ജോലിക്ക് പോകണം. ജോലിക്കോ? ആർക്ക് വേണ്ടിയാണ്? അവൾക്ക് ചിരി വന്നു. സന്തോഷത്തിൽ നിന്ന് മാത്രമേ ചിരിയുണ്ടാവുകയുള്ളൂ. നിരത്തിലൂടെ കൊട്ടും വാദ്യവുമായി ഒരു ഘോഷയാത്ര കടന്നുപോയി. ഘോഷയാത്രയല്ല, അടുത്തുള്ള അമ്പലത്തിലെ എഴുന്നള്ളത്താണ്. നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ പുറത്ത് വിഗ്രഹം എടുത്തിരിക്കുന്നു. കുടവയറുള്ള ഒരു നമ്പൂതിരിയാണ് അത് പിടിച്ചിരിക്കുന്നത്. അയാളുടെ പിന്നിൽ പിന്നെയും 1-2 പേർ. ആ ആനയ്ക്ക് പുറം വേദനിക്കില്ലേ? ഭാരം ചുമന്നാൽ ആർക്കും വേദനിക്കും. പക്ഷേ ദൈവത്തിന് ഭാരമുണ്ടോ? ദൈവം. അവൾ വീണ്ടും ചിരിച്ചു. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അവൾ പറഞ്ഞു. ഭർത്താവ് മരിച്ച പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകളെല്ലാം ഇങ്ങനെയാണോ? അവൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല. കഴിക്കണമെങ്കിൽ സ്വയം തയ്യാറാക്കണം. അവൾക്ക് ആഹാരം വെച്ചു കൊടുക്കുന്ന അയൽപക്കത്തുകാരി അനിയത്തിയുടെ പ്രസവമെടുക്കാൻ പോയിരിക്കുകയാണ്. നേരിയ വിശപ്പ് തോന്നിയപ്പോൾ അവൾ ഫ്ലാസ്കിൽ നിന്നും കുറച്ച് ചായ എടുത്തു കുടിച്ചു. അങ്ങനെ അങ്ങിങ്ങ് ചുവന്ന സന്ധ്യ അന്നും കടന്നു വന്നു. അവൾ കുളിച്ചൊരുങ്ങി പൂമുഖത്ത് വന്നു നിന്നു. ഞാൻ ആരെയും പ്രതീക്ഷിച്ചു നിൽക്കുകയല്ല. എനിക്കാരുമില്ലല്ലോ പ്രതീക്ഷിക്കാൻ. ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കാരോടും സ്നേഹമില്ല. നിരത്തിലൂടെ എത്രയോ ആളുകൾ നടന്നു പോകുന്നു. എല്ലാവരെയും ഒരുപോലെ തന്നെയെങ്കിലും ഏറെ നേരം അങ്ങനെ നിന്നപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി. വല്ലായ്മയോ? ഗേറ്റ് തുറന്ന് അവൻ കടന്നു വന്നു. കയ്യിൽ ഒരു ചെറിയ പൊതിയുമുണ്ട്. എന്താണ് കൊണ്ടുവരുന്നത്? എന്തായിരുന്നാൽ തനിക്കെന്ത്? എന്തിനാണ് വീണ്ടും അവൻ വന്നത്? അവൾ തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. മടിക്കാതെ അവനും പുറകെ ചെന്നു. നീ എന്തിനാണ് വീണ്ടും വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ
ഇനിയും ഇങ്ങനെ വരരുതെന്ന്. അവൻ ഒന്നും മിണ്ടിയില്ല. ഊറി വന്ന പുഞ്ചിരി ചുണ്ടിൻ്റെ ഒരു കോണിൽ മാത്രം ഒതുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല, അവൾ പറഞ്ഞു. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൻ മുഖം തെല്ലു താഴ്ത്തി പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളെ കാണാതെ നിനക്ക് നാണമാകുന്നില്ലേ? അവൾ ദേഷ്യം നടിച്ചു ചോദിച്ചു. എനിക്ക് പ്രായമായി, നീ കാണുന്നില്ലേ? അവൻ്റെ മുഖം തുടുത്തു. കൺപീലികൾ നനഞ്ഞു. അത് ശ്രദ്ധിക്കാതെ അവൾ തുടർന്നു. നീ എന്നെ കൊല്ലുകയാണ്. നീ എൻ്റെ സമാധാനത്തിൻ്റെ ശത്രുവാണ്. പിന്നെ അവൻ നിന്നില്ല. യാത്ര പോലും ചോദിക്കാതെ ഇറങ്ങി നടന്നു. എൻ്റെ കണ്ണിന് സുഖമില്ല, അവൾ പതുക്കെ പറഞ്ഞു. അവൻ കൊണ്ടുവന്ന ചെറിയ പൊതി മേശപ്പുറത്ത് തുറന്നിരിക്കുന്നു. കുറേ മധുര പലഹാരങ്ങൾ. ഇത് കഴിക്കാതെ നീ പോവുകയാണോ? അവൾ ചോദിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും നീ പിണങ്ങിക്കഴിഞ്ഞോ? അവൻ അതിവേഗം ഗേറ്റ് കടന്നു മറഞ്ഞു. അവൾ ആ പലഹാര പൊതിയിലേക്ക് നോക്കി, ഇരുൾ മൂടിയ വഴിയിലേക്കും. എന്നിട്ടതെടുത്ത് ജനാലയുടെ പുറത്തേക്കെറിഞ്ഞു. അടുത്ത സായാഹ്നത്തിൽ അവൻ വന്നില്ല. നിന്നെ ഞാൻ പരിചയപ്പെടേണ്ടിയിരുന്നില്ല. എൻ്റെ മനസ്സ് ഞാൻ ആർക്കു വേണ്ടിയും തുറന്നിടുകയില്ല. മൂന്നാമത്തെ ദിവസം അവൾ ക്ഷേത്രത്തിൽ പോയി. അവൾ അമ്പലത്തിൻ്റെ നട കയറിയിട്ട് വർഷങ്ങൾ തന്നെ കഴിഞ്ഞിരുന്നു. ടൗൺ ഹാളിൻ്റെ മുന്നിലൂടെ വേണം അമ്പലത്തിലേക്ക് പോകാൻ. ഒരുപക്ഷെ അവനവിടെ ഉണ്ടാകാൻ മതി. അതുകൊണ്ടാണല്ലോ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. എനിക്ക് ആരെയും കാണാനില്ല. ടൗൺ ഹാളിനുള്ളിൽ നോക്കി. കുറേ കസേരകൾ മാത്രം കണ്ടു. ഉള്ളിൽ കനം തോന്നി. നേരെ ശ്രീകോവിലിലേക്ക് നടന്നു. കാർത്തിക ദിവസമാണ്. ഭഗവാന്റെ വിഗ്രഹം ചന്ദനത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. കാണാൻ നല്ല ഭംഗി. ഈ ഭംഗിയാണോ ഈശ്വരൻ്റെ ശക്തി? ചുറ്റും നിൽക്കുന്നവർ തന്നെ നോക്കി ചിരിക്കുകയാണോ? താനിവിടെ വന്നത് തെറ്റായിപ്പോയെന്ന് അവർ വിധിയെഴുതുകയാണോ? എൻ്റെ ദൈവമേ! അവൾ വേഗം തിരികെ നടന്നു. വീട്ടിൽ വന്ന് തൻ്റെ കട്ടിലിൽ കയറി കിടന്നു. തൻ്റെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞ തലയിണ. എനിക്ക് വയ്യ. ദിവസങ്ങൾ നീങ്ങുന്നു. എന്തിനാണ് താൻ പട്ടിണി കിടക്കുന്നത്? കുളിക്കാനും മുടുത്തൊരുങ്ങാനും മനസ്സ് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഭർത്താവ് മരിച്ച ദുഃഖമാണോ തന്നെ അലട്ടുന്നത്? എനിക്ക് ദുഃഖമില്ല. ഞാൻ ഒരിക്കലും ദുഃഖിക്കേയില്ല. അവൾ കുളിച്ചു. പുതിയ നൈലോൺ സാരി ഉടുത്തു. അങ്ങിങ്ങ് വെളുത്തു തുടങ്ങിയ മുടി കറുപ്പിക്കുകയും ലാക്ടോ കലാമിൻ തേച്ച് മുഖം മിനുക്കുകയും ചെയ്തു. ഞാൻ ആരെയും തിരക്കി ഇറങ്ങുകയില്ല. ഞാൻ ആരെ തിരക്കാനാണ്? നേരെ പോയത് പാർക്കിലേക്കാണ്. യുവാക്കളിരുന്ന് വെടി പറയാറുള്ള മൂലയിലേക്ക് നോക്കി. അപ്പോൾ ശരിയാണോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. വീണ്ടും നോക്കി. അതെ, അവൻ തന്നെ. ചുണ്ടിൻ്റെ ഒരു കോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ചിരി. കളർ സിമൻ്റ് പൂശിയ കോൺക്രീറ്റ് ബെഞ്ചിൽ തൊണ്ടിപ്പഴത്തിൻ്റെ നിറമുള്ള ഒരു സുന്ദരിയോട് ചേർന്ന് അവൻ ഇരിക്കുന്നു. നീ തന്നെയാണോ അത്? അവൻ അവളെ കണ്ടു. പെൺകുട്ടിയെ അവിടെ തന്നെ ഇരുത്തിയിട്ട് അവൻ അവളുടെ അടുത്തു ചെന്നു. അവനെ മുമ്പിൽ കണ്ടപ്പോൾ അവളെല്ലാം മറന്നു. ഒരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ വിതുമ്പിക്കരയുന്നതിനിടയിൽ അവൾ പറഞ്ഞു, നീ എന്താണ് വരാത്തത്? എത്ര ദിവസം ഞാൻ കാത്തിരുന്നു. എനിക്കു നിന്റെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു, എനിക്ക് മാപ്പ് തരൂ. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. മേലിൽ ഞാൻ നിങ്ങളെ. അവൻ വീണ്ടും കളർ സിമെൻ്റ് പൂശിയ കോൺക്രീറ്റ് ബെഞ്ചിലേക്ക് തിരിച്ചുപോയി. കറുകപ്പുല്ലിൽ നന്ദി എന്ന രണ്ടക്ഷരങ്ങൾ മനോഹരമായി വെട്ടിയെടുത്ത ആ നിലത്ത് അവളിരുന്നു. എനിക്ക് വേദനയില്ല. ഞാൻ എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ ആരെയും സ്നേഹിച്ചില്ലല്ലോ. ആർക്കു വേണ്ടിയും ഞാൻ എൻ്റെ മനസ്സ് തുറന്നു കൊടുത്തില്ലല്ലോ. എനിക്ക് പ്രായമായി. എങ്കിലും അവൾ തേങ്ങിക്കരഞ്ഞു.